ഒരൊറ്റ ഗ്രാനൈറ്റ് ഫലകത്തിൽ ഏറ്റവും കൂടുതൽ പ്രശസ്ത വ്യക്തികളുടെ ചിത്രങ്ങൾ കൊത്തിയെടുത്തതിനുള്ള ഏഷ്യൻ റെക്കോർഡ് ഉൾപ്പെടെ നിരവധി അവാർഡുകൾ കരസ്ഥമാക്കുകയും അനവധി പ്രശസ്ത വ്യക്തികളുടെ ചിത്രങ്ങൾ ഗ്രാനൈറ്റിൽ തീർത്ത് നേരിട്ട് സമ്മാനിക്കുകയും ചെയ്ത ഒരു കലാകാരന്റെ ജീവിത അനുഭവങ്ങളുടെ മറ്റൊരു വശമാണ് ഈ ഹ്രസ്വചിത്രത്തിലൂടെ നിങ്ങൾക്ക് മുമ്പിലെത്തുന്നത്. കഴിക്കാറായിട്ട് എടുത്തു വെക്കട്ടെ? ഇപ്പൊ വേണ്ട, ഇതൊന്ന് തീർക്കട്ടെ. അവൻ വന്നില്ലല്ലോ. എവിടെയെങ്കിലും തെണ്ടിത്തിരിഞ്ഞ് നടക്കണ്ടാവും. മക്കൾക്ക് അച്ഛനെ കുറച്ച് പേടി വേണം. ഇവിടെ അതില്ലല്ലോ. ഇവിടെ മകനെ അച്ഛനെയാണോ പേടി, അച്ഛന് മകനെയാണോ പേടി എന്നപ്പ സംശയം. എന്തായാലും ഇവിടെ ഉണ്ടല്ലേ, ഭാഗ്യം. ഞാൻ വിചാരിച്ചു അല്ല അവാർഡ് വാങ്ങിക്കാൻ പോയിട്ടാവുന്നു. എന്നിപ്പോ ആരാ അവാർഡൊക്കെ തരുന്നത്? ഇരിക്കട്ടോ, ഒരു മിനിറ്റ്. ഇല്ലില്ല, ഇരിക്കണില്ല. നാട്ടിലൊരു സംസാരമുണ്ടേ, നിങ്ങളൊക്കെ വലിയ കലാകാരനാണെന്നേ. അപ്പൊ ഞാൻ ഇതൊക്കെ ഒന്ന് നോക്കട്ടെ. നിങ്ങളിനെ ഒന്നും കാണാൻ കിട്ടില്ലല്ലോ. നിങ്ങൾ എപ്പോഴും അവാർഡ് വാങ്ങണ തിരക്കിലാണല്ലോ. മന്ത്രിമാരും സിനിമാ നടന്മാരും ഒക്കെ ആയിട്ടാണല്ലോ നിങ്ങളുടെ കണക്ഷൻ. നിങ്ങൾക്ക് അവാർഡ് കിട്ടിയ ഫോട്ടോ ഒക്കെ ഞങ്ങൾ കാണാറുണ്ടേ. അർജന്റ് വർക്കാണേ, വേഗം തീർക്കാനുള്ള. അല്ല തിരക്കുണ്ടോ? ഒരു തിരക്കില്ല, കുഴപ്പമില്ല. ഞാനിതൊക്കെ ഒന്ന് കാണട്ടെ. ആയിക്കോട്ടെ. ഓ, സൂപ്പർ ആയിട്ടുണ്ടല്ലോ. വലിയ വലിയ ആൾക്കാരുടെ ഫോട്ടോ ഒക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ എടുക്കാൻ വരുമോ അറിയില്ല. വലിയ വലിയ VIP വരുമ്പോഴേ ഈ സൗകര്യം ഒന്നും പോരാട്ടോളേ. ടൗണിലൊരു 10 സെന്റ് സ്ഥലം വാങ്ങിച്ചിട്ടേ 2 നില വീട് കെട്ടുക. എന്നിട്ടേ മേലെ കുടിയിരിക്കും ചെയ്യുക, താഴെ ബിസിനസ് നടക്കുമല്ലോ. വരുമാനമൊക്കെ ഉണ്ടല്ലോ. അതിനുള്ള വരുമാനമില്ലോ. എന്തിനാന്ന് വെറുതെ ഇല്ല 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 പാട്ട് പാടുന്നു. നിങ്ങളെ പറ്റിയൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാ. ഇതേമാതിരി ഒരു മീഡിയം ഫോട്ടോയി എന്റെ അച്ഛന്റെ ഒന്ന് ചെയ്യണം. എത്രയാവും? അതിന് മെറ്റീരിയൽസും പണിക്കൊക്കെ കൂടിയിട്ട് ഒരു 5000 രൂപ ആവും. 5000 രൂപ? 5000 രൂപ എന്ന് പറഞ്ഞ വലിയ 5-6 ഫോട്ടോ ഉണ്ടാക്കിട്ട് ചുമരിൽ തൂക്കാലോ. എന്താ ഒരു ഫോട്ടോ തന്നെ ചുരുങ്ങിയത് ഒരാഴ്ച സമയം പിടിക്കും. പിന്നെ ഒരു കൊത്ത അങ്ങോട്ടും മാറിപ്പോയിച്ചാലേ ഈ പണി വേസ്റ്റ് ആയിക്കോട്ടെ. പിന്നെ ആദ്യം ചെയ്യേണ്ടി വരും. അതാ പ്രശ്നം. അപ്പൊ ഈ സിനിമാ നടന്മാരുടെ വലിയ ഫോട്ടോ ഒക്കെ ഉണ്ടാക്കി കൊടുത്തപ്പോ ലക്ഷങ്ങൾ കിട്ടിയിട്ടുണ്ടാകുമല്ലോ. അങ്ങനെയൊന്നല്ല, അതവര് പറയണമെന്നല്ല. അത് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുത്താണേ, നമ്മുടെ സന്തോഷത്തിന്. എന്നാ പിന്നെ എനിക്കൊന്ന് ഫ്രീ ആയിട്ട് ചെയ്തു തന്നൂടെ? നിങ്ങൾക്കൊരു സന്തോഷം, എനിക്കൊരു സന്തോഷം. ഈ ഓർഡറൊക്കെ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുത്താലേ നമ്മളെ പോലെയുള്ളവരൊക്കെ എങ്ങനെ ജീവിക്കുക? ഞാനിപ്പോ കഷ്ടപ്പെട്ട് വന്ന് ഓർഡർ തന്നപ്പോൾ നിങ്ങൾക്ക് കുഴപ്പമായതില്ലേ? നടക്കട്ടെ നടക്കട്ടെ, പണി നടക്കട്ടെ. കോടീശ്വരന്മാരായ സിനിമാ നടന്മാർക്ക് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കും. നമ്മളമാര് പാവപ്പെട്ടവരിൽ കാശ് വാങ്ങിക്കും. ഇതൊന്നും ശരിയില്ലാട്ടോളി. എന്താ ആ ഫോട്ടോ ഉണ്ടോ? ആ ഫോട്ടോ നോക്കിട്ട് വേണേ എത്ര പണി വരെന്ന് അറിയാൻ വേണ്ടിട്ടേ. ഞാൻ പരമാവധി അഡ്ജസ്റ്റ് തരാം. ഞാനൊന്ന് ആലോചിക്കട്ടെ, പറയാം. 5000 രൂപ പൈസക്ക് എന്താ വിലയില്ലേ? 1000-2000 ആണെങ്കിൽ കുഴപ്പമില്ല. ഇത് എന്താ നാട്ടുകാരാണെന്ന് ഒരു മര്യാദയും കൂടി ഇല്ല. ഈ പണമൊക്കെ അവിടെ വെക്കണാവോ? കണ്ടാലും അങ്ങനെ തോന്നണമില്ല. എന്താ ഏട്ടാ, ഇതിന്റെ ഡിസ്പ്ലേ മാറ്റാൻ എത്രയാവും? ഇതിനൊരു ഒറിജിനൽ 3500 രൂപയാകും. ഇത് EMI ചെയ്തു തരാൻ പറ്റുമോ? പുതിയ ഫോണിലെ EMI കിട്ടുള്ളൂ. ഇപ്പൊ ഡിസ്പ്ലേക്ക് EMI കിട്ടില്ല. ശരി, എന്നാ പിന്നെ വരാം. എന്തിനാ ഉണ്ണി പഴയ ഫോണൊക്കെ നേരാക്കാൻ നിൽക്കുന്നത്? നിന്റെ അച്ഛൻ വലിയ വലിയ അവാർഡ് വാങ്ങി പേര് കേട്ട ശില്പിയല്ലേ. പുതിയ ഐഫോൺ വാങ്ങി തരാൻ പറയടാ. ഇല്ലേ പേര് കേട്ട ആളുകളെല്ലാരും പണക്കാരാവണമെന്നില്ലല്ലോ ഏട്ടാ. എന്താ ചെക്കൻ പറയണ നോക്ക്. ഇത്രയേ ഉള്ളൂ, അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. അവൻ പറഞ്ഞാൽ എന്താ തെറ്റ്? ശരി, എന്നാ പിന്നെ വരാം. ഇന്നത്തെ ദിവസം അത്ര ശരിയില്ല. ഇന്നത്തെ കുട്ടികളോട് ഒരു കാര്യം പറയാൻ പറ്റില്ല. അപ്പോ
എന്തുണ്ടേ വൈകിയത്? ഒന്നുമില്ല. ക്ലാസ് കഴിഞ്ഞ് നേരെ വീട്ടിലെത്താൻ അറിയില്ലേ? വേഗം വന്നിട്ട് എന്താ മലമറിക്കാനുണ്ടോ? ആ ചിലപ്പോ മലമറിക്കേണ്ടി വരും. ചോറെടുത്ത് വെച്ചിട്ടുണ്ട്, അതെടുത്ത് കഴിച്ചിട്ട് അച്ഛനെ സഹായിക്കാൻ നോക്ക്. കസേര എവിടെ? ഇതാരും ഇവിടെ കൊണ്ടുവന്നിട്ടത്? എന്താടാ വീടൊക്കെ പൊളിക്കോ അല്ലെങ്കിൽ തന്നെ പൊളിഞ്ഞു വീഴാറായിട്ടുണ്ട്. പൊളിഞ്ഞു പോയിട്ടെ. അങ്ങനെയെങ്കിലും നാട്ടുകാർക്ക് കളിയാക്കാൻ ഒരു കാരണം പറഞ്ഞു വിട്ടല്ലോ. ഇതെന്താ മീൻകറി മാത്രമേ ഉള്ളൂ? വറുത്തൊന്നുമില്ലേ? എന്നും വറുത്തതും പൊരിച്ചതും ഉണ്ടെങ്കിൽ മാത്രമേ ചോറ് ഇറങ്ങുള്ളൂ. വെളിച്ചെണ്ണ തീർന്നിട്ട് ഒരാഴ്ചയായി. വരുമ്പോ ഒരു കുപ്പി വാങ്ങിച്ചിട്ട് വരായിരുന്നില്ലേ? സ്വന്തം മക്കൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം പോലും കൊടുക്കാതെ നിങ്ങൾ ഇത് ആർക്ക് വേണ്ടിട്ടാ ഉണ്ടാക്കണത്? നീ തന്നെ അതൊക്കെ പറയണടാ നന്ദിയില്ലാത്തവനെ. കഴിഞ്ഞ മാസേ നിന്റെ ഫീസ് അടയ്ക്കാൻ അച്ഛന്റെ കയ്യിലുള്ള പൈസ തികയാതെ എന്റെ കഴുത്തിലുണ്ടായിരുന്ന മാലയും കൂടെ വിറ്റു. അത് വല്ലതും നീ അറിഞ്ഞോ? എന്ത് പറഞ്ഞാലും അപ്പൊ തുടങ്ങുന്ന ന്യായീകരണങ്ങള്. പൈസ ഒന്നുണ്ടോ? അച്ഛനത് അടുത്ത വർക്ക് കൊടുത്തിട്ട് നേരെ തരാന്ന് പറഞ്ഞതല്ലേ. ഡിസ്പ്ലേ പൊട്ടിയതല്ലേ ഉള്ളൂ, വർക്ക് ചെയ്യണ്ടല്ലോ. ഓ പിന്നെ പേരും പ്രശസ്തി ഉണ്ടാക്കുമ്പോഴേ അതിന്റെ ഒപ്പം പണവും കൂടി ഉണ്ടാക്കണം. അല്ലെങ്കിൽ സ്വന്തം മക്കൾക്ക് നാണം കെട്ടി ജീവിക്കേണ്ടി വരും. ഒന്ന് പതുക്കെ പറയടാ. എല്ലാരും കേക്കട്ടെ, ഞാൻ ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. ഡൗണ്ണി, ഞാനവിടെ വന്നിട്ടുണ്ടല്ലോ, കുറെ നേരമായി. പണിയെടുക്കാനും സമാധാനം തരുന്നില്ലല്ലോ. ഇവിടെ എവിടേക്കും കടന്നു പോകുന്ന നല്ലത്. ഇവിടെ എപ്പോഴും അമ്മയും മകനും കീഴിയും പാപ്പാ. ഞാൻ വേണ്ട വിചാരിച്ചിട്ടാണ്. അടിക്കുമല്ലോ അല്ലേ? അതിപ്പോ നമുക്ക് പറയാൻ പറ്റുമോ? നല്ല നമ്പറാണ്. 2 ടിക്കറ്റിനെ 50 അല്ല 80 തരാന്ന്. ആകെ ചായക്ക് 10 ഉറുപ്പ്യ ബാക്കിയുള്ളൂ. അതുകൂടി വെച്ചോളി, ബാക്കി തരാന്ന്. എപ്പോഴും തന്നെ പണി. പഴമൊക്കെ ചെറുതാണല്ലോ. അത് ചെറുപഴാണ്, നേന്ത്രപ്പഴല്ല. രണ്ട് ചെറിയ പഴം എടുത്തിട്ടുണ്ട്. നമ്മുടെ കണക്കിൽ എഴുതിക്കോളി. എഴുതി ബുക്കൊക്കെ തീർന്നു. ഇനി ആ പരിപാടി നിർത്തിയാണ്. അങ്ങനെ ഒന്നും പറയല്ലേ. ആ കൈയൊന്ന് കാണിക്ക് നോക്കട്ടെ. എന്താണ് ഇത്? ഈ കൈയല്ല, മറ്റേ കയ്യേ. ഈ കയ്യൊന്നും കാണാത്ത ചന്തമില്ലാന്ന്. കാണിക്കണ്ട് നോക്കട്ടെ. 1 2 3 2 പഴത്തിന് 3 തോലോ. ഇതെന്റെ നല്ല. ഇതിപ്പോ എങ്ങനെ വന്നെന്ന് എനിക്കറിയില്ല. അത് പെറ്റി പെരുകതായിരിക്കുന്നു. ഈ മയിൽപ്പീലിയൊക്കെ പെറ്റി പെരുകെന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ. എന്നാ പിന്നെ എന്തെങ്കിലും ആകട്ടെ. 3 പഴത്തിന്റെ എഴുതിക്കോളി. ഒരു പഴത്തിന്റെ പൈസ പോയി. ആ കൊല അവിടെ തൂക്കിയാ ശരിയാവില്ല. ഇതിവിടെ ആൾക്കാർക്ക് കയറി വരാൻ തടസ്സാണ്. ഇത് അവിടെ കൊണ്ട് തൂക്കട്ടെ. അതവിടെ ഇരുന്നോട്ടേന്ന്. അതും എന്തായാലും നന്നായെന്നുള്ളൂ. നല്ല ചന്തുള്ള കൊലയാണല്ലോ. പറഞ്ഞിട്ടെന്താ, പെട്ടിയിൽ കാശ് വീഴണ്ടേ? ആ ഹരിയേട്ടനോ? നമസ്കാരം. ഡൽഹിയിൽ നിന്ന് എപ്പോഴാ വന്നത്? ഞാൻ വന്നിട്ട് ഒരാഴ്ചയായി. രാഷ്ട്രപതിക്കൊക്കെ സുഖാണോ? നമുക്കൊക്കെ പാലക്കാട് ജില്ലന്റെ അപ്പുറം പോകാൻ യോഗം ഉണ്ടായിട്ടില്ല. അതൊക്കെ കഴിവിന് കിട്ടിയ അങ്ങേരാണേ. അത് ശരിയാണ്. നിങ്ങൾ ഈ നാടിന്റെ അഭിമാന. നിങ്ങളുടെ കഴിവ് സമ്മതിച്ചിരിക്കുന്നു. താങ്ക് യു. കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കട്ടെ. ഓ ശരി, ആയിക്കോട്ടെ. കുറച്ച് സാധനങ്ങൾ വേണേ. അടുത്ത പൈസ തന്നോളാം. അയ്യോ സോറി കേട്ടോ, ഇപ്പൊ ഇവിടെ പറഞ്ഞേ ഉള്ളൂ. കടം കൊടുക്കുന്ന പരിപാടിയൊക്കെ നിർത്തിയേർക്കുക. എനിക്ക് ഇവിടെ നല്ല ചോദിക്കാൻ പറ്റുള്ളൂ. ഞാൻ വേറെ കടയിൽ നിന്ന് പോകാറില്ലല്ലോ. ബാക്കിയുള്ള പിന്നെ എടുക്കാം. ഒരു ചെറിയ ഉപ്പ് വെളിച്ചെണ്ണ തരൂ. വർക്ക് കൊടുത്ത അപ്പൊ തന്നെ പൈസ കൊടുത്തു തരാം. ഒരു വിൽസ് വേണല്ലോ. മൂപ്പര് ശില്പി ഹരിദാസ് അല്ലേ? അതെ. ഇവിടെ ഉള്ള ആളാണല്ലേ? ആ ഹരിദാസ്, കൺഗ്രാചുലേഷൻസ്. താങ്ക് യു. അപ്പൊ ഇയാള് ഡൽഹി പോയി കണ്ടിട്ട് പൈസ ഒന്നും കിട്ടിയില്ലേ? ആ ആർക്കറിയാ. പിന്നെ പൈസ കിട്ടാണ്ടല്ല, നമ്മള് വല്ല കടം ചോദിച്ചാലോ പറഞ്ഞിട്ടാണേ.
അതങ്ങനെയൊന്നും ആയിരിക്കില്ലെന്ന്. എന്ത് കണ്ടിട്ട് ഇയാൾക്ക് ഇത്ര വലിയ അവാർഡ് കൊടുക്കണതെന്നാ മനസ്സിലാകാത്തത്. പിന്നെ ഗ്രാനൈറ്റിൽ മനുഷ്യരൂപം കൊത്തിണ്ടാക്കുന്ന ചില്ലറ കാര്യ. അയാളുടെ വർക്ക് എന്തായാലും സൂപ്പറാണ്. എന്ത് വർക്ക്! ഈ അമ്മിക്കല്ല് കൊത്തനമാരി ഇങ്ങനെ കുളി കൊണ്ട് കൊത്തി 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 വരയ്ക്കുന്ന ഇത്ര വലിയ കഴിവാ. എന്നിട്ട് തീ പിടിച്ച വില. എന്നാ നനക്കതുപോലെ ഒന്ന് കൊത്തിണ്ടാക്കാൻ പറ്റുമോ? അതിന് എനിക്കിപ്പോ ഇവിടെ സമയമില്ലാത്ത നന്നായി. നമ്മുടെ ദാസേട്ടനെ ആളിന്റെ അച്ഛന്റെ ഫോട്ടോ ശില്പം ഉണ്ടാക്കാൻ വേണ്ടി ചോദിച്ചപ്പോഴേ അയാള് വാങ്ങി തോന്നിയ റേറ്റ് അത്ര പറഞ്ഞത്. പിന്നെ കൊത്തിണ്ടാക്കാൻ പണി ഉണ്ടാവില്ലേ? എന്നിട്ട് കാല് പിടിച്ചിട്ട് കൂടി ₹1 കമ്മിയാക്കിയില്ലാന്ന്. അയാൾ അങ്ങനെ മനുഷ്യപ്പറ്റില്ലാത്ത ആളൊന്നും അല്ല. പിന്നെ ദാസന്റെ സ്വഭാവം നമുക്കറിയാലോ. ഓലപ്പടക്കം പൊട്ടിച്ച ബോംബ് പൊട്ടിന്ന് പറഞ്ഞുണ്ടാക്കുന്ന ആളാ. ഈ പൈസക്ക് ആർത്തിയുള്ളവർക്കൊന്നും ₹1 സാധനം കടം കൊടുക്കെടുത്തിട്ടോളി. നിങ്ങൾ പറയുന്ന പോലുള്ള ആളൊന്നല്ല. അയാൾ കൃത്യസമയത്ത് പൈസ കൊണ്ടുവന്ന് തരും. അല്ലാണ്ട് കണ്ണ് തെറ്റി അടിച്ചു മാറ്റുന്ന സ്വഭാവമൊന്നുമില്ല. ഇവിടെയുള്ള ചില ആൾക്കാരെ പോലെ ഒന്നല്ല. ഇനി ആർക്കും കടം കൊടുക്കുന്ന പരിപാടിയില്ല. അതാ അയാളോട് അങ്ങനെ പറഞ്ഞത്. അല്ലാണ്ട് അയാൾ പൈസ തരാണെന്നല്ല. അയ്യോ എന്തോ കടിച്ചു. ഇവിടെ വല്ല തേനീച്ച പുഴു എന്തെങ്കിലും ഉണ്ടോ? പോയിട്ട് വീട്ടിൽ പോയിട്ട് ഷർട്ടൊക്കെ നടിച്ച് നോക്കട്ടെ. തെരു കൂടിയിരിക്കണ ഞങ്ങളെ തേനീച്ച കുത്തിയില്ലാലോ. അവന്റെ ഒറ്റ പൈസ ഇല്ലാന്നല്ലേ പറഞ്ഞത്? സുരേ ഇത് നോക്ക്. റഷ്യേ നോക്ക്. പൈസ ഇല്ലാത്ത ആളെ പേഴ്സാണ്. ആരെയെന്ന് അറിയില്ല, ഒരു പേഴ്സ് കിട്ടിയിട്ടുണ്ടേ. കൃത്യമായിട്ട് തെളിവ് കൊണ്ട് വന്നവർ കൊടുക്കും. ഇതേ വേറൊരാളുടെ പൈസയാണേ. ഈ ചൊറിച്ചൊരുകാരനപ്പ എന്റെ പൈസയും പോയാനെ. അയ്യോ, ഇടത് ഭാഗത്തല്ല വലത് ഭാഗത്തല്ല ചൊറിഞ്ഞിരുന്നത്. ഇപ്പൊ എല്ലാ ഭാഗത്തും മൊത്തം ചൊറിയുണ്ട്. അയ്യോ, എന്താ മനുഷ്യന്മാരുടെ അഭിനയം. ചൊറിയും. അതെ, നാളെ തന്നെ നമ്മുടെ കണക്കൊക്കെ തീർക്കണം. മറക്കണ്ട. നാളെ ഒരു 3 മണി കഴിഞ്ഞിട്ട് തീരുമാനിക്കാം. എന്താ ഈ 3 മണി കണക്ക്? ഇന്നടുത്ത ലോട്ടറി അടിക്കാൻ നോക്കട്ടെ. ഇങ്ങനെയുണ്ടോ ഓരോ ജമ്മങ്ങള്? പറഞ്ഞിട്ടൊന്നും ഇപ്പൊ കാര്യമില്ല. ഇതുപോലുള്ള ആൾക്കാരെയൊക്കെ ഒന്നേ സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട. നാട്ടുകാരായി പോയില്ലെന്ന് എന്ത് ചെയ്യാനാണ്? ശരി എന്നാ പിന്നെ വരാം. മോളെ പുറത്താറാ നോക്കൂ. മോളെ അച്ഛനൊന്ന് വിളിക്കോ? അച്ഛാ, ഇതാ വരുന്നു. അങ്കിൾ അവാർഡ് മേടിക്കണ ഫോട്ടോ ഒക്കെ ന്യൂസിൽ കണ്ടുട്ടോ. സൂപ്പർ ആയിട്ടുണ്ട്. താങ്ക് യു മോളെ. ആരാ അത്? ഹരിയേട്ടാ വരൂ, കേറിയിരിക്കൂ. എന്താ ആളാകെ ഫേമസ് ആയാലോ? എന്തൊക്കെണ്ട്? കുഴപ്പമില്ല, ഇങ്ങനെ പോണോ. ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നാണ്. പറയൂ, എന്താണ്? മോന്റെ ഫോണ് കേടുന്നിട്ടേ കുറച്ച് ദിവസമായി. അതിനൊരു 5000 രൂപ ആവശ്യമുണ്ട്. അടുത്ത ഞാൻ തരാം. 2 വർക്ക് കൊടുക്കാണ്ട്. ഹരിയേട്ടാ, ഞാൻ തന്നെ ആകെ പെട്ടിരിക്കുകയാണ്. എനിക്ക് തന്നെ നാളെ ഒരുപാട് പൈസയുടെ ആവശ്യമില്ല. ഞാനിപ്പോ നിങ്ങളോടൊക്കെ വന്ന് ചോദിക്കണം വെച്ചിരിക്കുക കേട്ടോ. കാരണം ഈ കാണുന്ന 10 സെക്കൻഡ് ഉള്ള എന്റെ അടുത്ത്. അപ്പൊ നീക്കിരിപ്പോ ഒന്നുമില്ല. ശരി എന്നാ. അതെ, ഇരിക്കുകയാണെങ്കിൽ ചായ കുടിച്ചു പോവാം. ഇല്ല, ഞാൻ ഇപ്പൊ വരുമ്പോ ചായ കുടിച്ചോളൂ. കുഴപ്പമില്ലേ, എന്നാ പിന്നെ വരാം. അച്ഛാ, അച്ഛന്ന് ഗ്രൂപ്പിലിട്ടൊരു ശുഭദിന പോസ്റ്റ് വായിക്കട്ടെ. എന്തെല്ലാം വിഷമസന്ധികൾ നേരിടുമ്പോഴും അതൊന്നും പുറത്തു കാണിക്കാതെ ഒരാളെ സഹായിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കുമാവില്ല. ഇതിപ്പോ ഇവിടെ നീ വായിക്കാൻ കാരണം? ആ അങ്കിള് പാവല്ല അച്ഛാ, ഇവിടെ പൈസ ഇരിക്കണ്ടായിരുന്നല്ലോ. നിനക്കറിയാലോ, അയാൾ ഡൽഹി പോയിട്ട് വലിയ അവാർഡൊക്കെ മേടിച്ചു വന്നിരിക്കുകയാണ്. ഇവരൊക്കെ ഇപ്പൊ ദാരിദ്ര്യം അഭിനയിക്കുകയാണ് കുട്ടി. പൈസയൊക്കെ ഇവരടുത്ത് ഉണ്ടാവുകയെ. നാട്ടിൽ എന്ത് പരിപാടി വന്നാലും അയാൾക്കൊരു അവാർഡ് ഉറപ്പാണ്. ആ അങ്കിളിനെ നമുക്കറിയാലോ അച്ഛാ. കയ്യില് പൈസ ഉണ്ടെങ്കിൽ ആ മാമ കടന്നു ചോദിച്ചു വരാറില്ലല്ലോ. ഈ അവാർഡ് എന്നൊക്കെ പറയുമ്പോ അത് വെറും മൊമെന്റ് മാത്രമായിരിക്കും അച്ഛാ. ക്യാഷ് അവാർഡൊന്നും ആയിരിക്കില്ല. പിന്നെ ആ മാമ കറക്റ്റ് സമയത്ത് പൈസയൊക്കെ തിരിച്ചടാറുണ്ടല്ലോ. പിന്നെ അന്ന് അച്ഛന്റെ പിറന്നാളിനെ ആ മാമ ഫ്രീ ആയിട്ടല്ലേ ഗ്രാനൈറ്റ് ശില്പൊക്കെ ചെയ്തത്. അതെ, നിന്റെ അച്ചാച്ചനെ അയാളെ പഠിപ്പിച്ച മാഷാണ്. അപ്പൊ അയാൾ കൊടുത്ത ഗുരുദക്ഷിണയാണ്, അല്ല ഫ്രീ ഒന്നല്ല.
അച്ഛനെ പഠിപ്പിച്ച ഗുരുക്കന്മാർക്കേ അച്ഛൻ എന്തൊക്കെ ഗുരുദക്ഷിണ കൊടുത്തിരിക്കണത് ഒന്ന് പറയോ? നീ ഇന്ന് തർക്കിക്കാൻ നിൽക്കണോ? വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തെ ഇടപെടണ്ട കേട്ടോ. പോ 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 പോ. എന്തായാലും വന്നില്ലേ, കുറച്ചുകൂടി നോക്കാം. നോക്കാം. ഫ്രീ ആയിട്ട് ചെയ്തു തരുമായിരിക്കും അല്ലേ? ആളൊരു പാവാണ്, ഒന്ന് പോലത്തെ സംസാരിച്ചാ മതി. ഇതാ വന്നല്ലോ. എന്താ പഠിക്കണേ? ആ താണ്ടല്ലോ, അവിടെ കയറല്ലേ? അത് കുഴപ്പമില്ല ഹരിയേട്ടാ, ഇവിടെ നല്ല ശുദ്ധവായു കിട്ടുമല്ലോ. ഇത്ര നേരം കാണാത്തതുകൊണ്ട് ഞങ്ങൾ പോവാൻ നിൽക്കായിരുന്നു. ഒരു ഉള്ളിക്കിരിക്കേ. വേണ്ടേ, പോയിട്ട് കുറച്ച് തിരക്കുണ്ട്. എന്താ അത്ര തിരക്ക്? എന്താ വിശേഷം? ഗ്രൂപ്പിലിട്ടുണ്ടായിരുന്നല്ലോ, ശ്രദ്ധിച്ചില്ലേ? അല്ല, എനിക്ക് വാട്സപ്പില്ലേ, പിന്നെ മകന്റെ ഫോണും ഇപ്പൊ കേടാണേ. അതാണേ. അതെ ഹരിയേട്ടാ, നമ്മുടെ ശങ്കർകുട്ടി മാഷില്ലേ, അവര് 80-ാം പിറന്നാൾ വരികയാണ് അടുത്ത മാസം 23-ാം തീയതി. അദ്ദേഹത്തിന് എന്തെങ്കിലും കൊടുക്കണ്ടേ? എന്താ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? എന്താ ഹരിയേട്ടാ, കസ്തൂരി അന്വേഷിച്ച് നടക്കുന്ന മാതിരിയാണല്ലോ ഹരിയേട്ടന്റെ സംസാരം. എന്താ മനസ്സിലായില്ല? നിങ്ങൾ എന്നെ ഗിഫ്റ്റ് ഉണ്ടാക്കി കൊടുക്കണ്ടതേ. അത് പറയാൻ ഞങ്ങൾ വന്നതേ. അന്ന് ഹരിയേട്ടൻ രാജമാഷക്കൊരു ഗിഫ്റ്റ് കൊടുത്തില്ലേ, അതുമാതിരി ഒരു ഗ്രാനൈറ്റുള്ള ശില്പം പണിത് കൊടുക്കാനാണ് നമ്മളുടെ പരിപാടി. ഇതിൽ മാഷ ഫോട്ടോ ഉണ്ട്, നിങ്ങളുടെ സംഭാവനയായിട്ട് തന്നെ ചെയ്യണം. ചുരുങ്ങിയത് ഒരാഴ്ചത് പണിയരും. മുമ്പത്തെ പോലെ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റിയ സാഹചര്യമല്ല ഇപ്പൊ. അതാണ് ഹരിയേട്ടാ, നമ്മളെയൊക്കെ പഠിപ്പിച്ച മാഷല്ലേ, നിങ്ങളൊക്കെ അല്ലേ സീനിയർ. നാലക്ഷരം പഠിക്കേണ്ട സമയത്ത് പഠിക്കാതെ ചുമരിലും മതിലും ഒക്കെ കുത്തി വരഞ്ഞോട് നടന്നാൽ നീ രാജാരവി ഓർമ്മയാവോ? ഹരിയേട്ടാ, ഫോട്ടോ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അടുത്ത മാസം 23-ാം തീയതി അല്ലേ, ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ. ഹരിയേട്ടൻ ധൃതി പിടിക്കൊന്നും വേണ്ട, മെല്ലെ മെല്ലെ ചെയ്താ മതി. ഇപ്പൊ ചെയ്യണ പണിയൊക്കെ അങ്ങനെ നടക്കട്ടെ, അതിന്റെ ഇടയിൽ സമയം കിട്ടുമ്പോ കുറേശ്ശെ ചെയ്താ മതി. നമ്മളെ പഠിപ്പിച്ച അധ്യാപകന്റെ വീട്ടിൽ ശിഷ്യൻ ഹരിദാസിന്റെ വക ഒരു ശില്പം. ഹരിയേട്ടാ, അത് നമ്മൾക്കൊക്കെ ഒരു അന്തസ്സും അഭിമാനവും അല്ലേ? അന്തസ്സും അഭിമാനം കൊണ്ടൊന്നും അരി വേവില്ല. ചേച്ചി നല്ല തമാശയാണല്ലോ. തമാശയല്ല, കാര്യ പറഞ്ഞത്. അതൊന്നും കാര്യക്കണ്ട, അവൾക്ക് ആരോട് എന്താ പറയാന്ന് അറിയില്ല. ഹരിയേട്ടൻ കാര്യങ്ങളൊക്കെ വേണ്ട മാതിരി ചെയ്യുന്ന നമുക്കറിയാം. അതെ അതെ. രാജു, റെസീപ്റ്റ് ബുക്ക് എടുക്ക്. ഹരിയേട്ട എത്ര പിരിവ് എഴുതേണ്ടത്? ഇതെന്തത്? പിറന്നാളിന് ശില്പം മാത്രം മതിയോ? വേറെന്തൊക്കെ ചെലവുണ്ട്? എന്തപ്പോ ഞാൻ പിരിവും തരണോ? ശില്പം ഹരിയേട്ടന്റെ ഗുരുദക്ഷിണ, വേറെ ഒരുപാട് ചെലവുകളുണ്ടല്ലോ. ഇപ്പൊ ഒരു രക്ഷയില്ല, പിന്നെ നോക്കാം. അത് കുഴപ്പമില്ല ഹരിയേട്ടാ. കുഴപ്പമില്ല. കാണാം. ശരിന്നാ. അല്ല, കൊത്തുള്ള ഗ്രാനൈറ്റ് എപ്പോഴാ കൊണ്ടുവരാ? അതൊക്കെ നിങ്ങൾ തന്നെ ചെയ്താൽ മതിയേ, ഞങ്ങൾക്ക് ഒരുപാട് തിരക്കുണ്ട് ഇതിന്റെ. അതൊക്കെ ഹരിയേട്ടൻ വേണ്ട മാതിരി ചെയ്താൽ മതി. എന്തായാലും അയാളൊരു നല്ല കലാകാരനാണ്. ഇവരോട് ചോദിക്കൂ. അതെ, ആ ശില്പി ഹരിദാസിന്റെ വീടാതാ. ഇവിടുന്ന് കുറച്ചു ദൂരം പോയാൽ മതി, ഞങ്ങൾ അവിടെ നിന്നാ വരുന്നത്. എന്നാ ഇവിടെ ഇറങ്ങാം. എന്താ ശില്പം പണിയിക്കാനാണോ? അങ്ങോട്ട് വണ്ടി പോവില്ലേ? ചെറിയ വഴിയാണ്, കാറ് പോവില്ല. കുറെ ദൂരം ഉണ്ട് അങ്ങോട്ട്. ഒരു 100 മീറ്ററേ. അതെ, എങ്ങനെയാണല്ലോ ചാർജ്? ഏകദേശം ഒരു ശില്പം ഉണ്ടാക്കാൻ എത്ര രൂപ ചെലവ് വരും? ഇല്ല, വലിയ റേറ്റ് ഒന്നും. ഒരു 4000 രൂപയാവും. അതൊക്കെ ഞാൻ പറയാം. ഏകദേശം ഒരു 10,000 രൂപയെങ്കിലും ആവും ഒരു ശില്പം ഉണ്ടാക്കാൻ. 10,000 ഒക്കെ ആവൂലേ? ഞങ്ങൾ തന്നെ ഇപ്പൊ 10,000-ന് 3 ഓർഡർ ചെയ്തിട്ട് വരികയാണ്. പിന്നെ അയാളുടെ വീട് കുറച്ച് സൗകര്യമൊക്കെ കുറവാണ്, പഴയ തറവാടാണ്. അയാൾ ജനിച്ചു വളർന്ന വീടാണല്ലോ അത്. ആളിപ്പോ ടൗണിൽ വലിയ വീടൊക്കെ വെക്കണ്ടെന്ന് പറഞ്ഞിട്ട്. ശരി, ഞങ്ങളൊന്ന് പോയി നോട്ടെ. എന്നാ ശരി. എന്നാ സാറേ, ഞാൻ വണ്ടി തിരിച്ചിട്ടോട്ടെ? അവിടെ തിരിച്ച് സൈഡാക്കി ഇട്ടോട്ടോ. എന്തായാലും ഹരിയേട്ടന് നല്ലൊരു കോളെത്തു. ഇതുപോലത്തെ വർക്ക് ചെയ്യുന്ന ഒരു അപൂർവമാണല്ലോ സാറേ. അതെ അതെ. ആളെന്തായാലും നല്ല ഫേമസ് ആണല്ലോ. ഒരുപാട് അവാർഡൊക്കെ വാങ്ങിയ ആളാണല്ലോ. ദേവ, ഏതോ വലിയ പാർട്ടിയാണ് തോന്നുന്നു അല്ലേ? അതെ അതെടാ. ഹരിയേട്ടാ, ഞങ്ങൾ വന്ന ഐശ്വര്യം കണ്ടോ? നല്ലൊരു ടീമിനെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ആയിക്കോട്ടെ. നിങ്ങൾ വെറുതെ 3,000 4,000 ഒന്നും പറയാൻ നിൽക്കണ്ട. ഒരു ശില്പത്തിന് മിനിമം 10,000 റുപ്യ ഞങ്ങൾ പറഞ്ഞേക്കണേ. അയ്യോ, അത്രയൊക്കെ പറയണോ? അതൊക്കെ പറയണത് മോശല്ലേ? എന്ത് മോശം ഹരിയേട്ടാ, അവര് വലിയ ടീമാണ്. നിങ്ങൾ ഇനി ഒന്നും പറയണ്ട, ഞങ്ങൾ പറഞ്ഞ മാതിരി നിങ്ങൾ അവരോട് പറഞ്ഞാ മതി. നോക്കട്ടെ. ഇനിയിപ്പൊ മാഷിന്റെ ശില്പത്തിനും കൂടിയുള്ള ഉറപ്പായല്ലോ. നോക്കാം. ശരി ഹരിയേട്ടാ, ഇനി പിന്നെ വിളിക്കാം. ശരി എന്നാ. എന്തായാലും അതിനൊരു തീരുമാനമായില്ലടാ. അതെ അതെ. ആ രാജു, പിരിവ് അപ്പൊ എഴുതാത്ത നന്നായി തോന്നുന്നു അല്ലേ? അതേടാ. ഇനിയിപ്പോ എന്തായാലും വലിയൊരു തുക എഴുതാം. ആ ശില്പി ഹരിദാസിന്റെ വീട് ഇതല്ലേ? അതെ, ഞാൻ തന്നെ ദിവസം ഇരിക്കൂ. താങ്ക് യു. വഴി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയാ? നിങ്ങൾ ഫേമസ് അല്ലേ, അതുകൊണ്ട് വഴി കണ്ടുപിടിക്കാനൊന്നും ബുദ്ധിമുട്ട് വന്നില്ല. അല്ല, നിങ്ങൾ എവിടുന്നാണ്? ഇവിടെ എവിടെയും കണ്ടില്ലല്ലോ. ഞങ്ങൾ എറണാകുളത്ത് നിന്നാണേ. ഞങ്ങളുടെ ബോസിനെ അങ്ങനെ ഗ്രാനൈറ്റ് ശില്പം ഉണ്ടാക്കണം എന്നൊരു ആഗ്രഹം.
അതിന് എന്ത് ചെലവ് വരും അറിയാൻ വേണ്ടി പറഞ്ഞു കേട്ടോ. ഓ ഏകദേശം 10,000 രൂപയോളൊക്കെ വരും. പിന്നെ വലിപ്പം കൂടുതലും ചാർജ് കൂടും. ഓ അങ്ങനെയാണല്ലേ, നോക്കട്ടെ. ഞാൻ നോക്കാം, സാറൊന്ന് എഴുതിയെടുത്തോളൂ. അല്ലെ നമുക്കിപ്പോ ഏത് വലുപ്പത്തിലാണോ ചെയ്യേണ്ടത്? ഞാൻ അതൊക്കെ ഒന്ന് നോക്കട്ടെ. ഇതില് 10,000 കുറഞ്ഞ ഏതുമില്ലല്ലോ അല്ലേ? ഇല്ല സാർ, ഇവിടെ ഒരു 15 ഉണ്ട്. ആ ഓക്കെ. അല്ല ഏത് സൈസിനെ വേണ്ടത് പറഞ്ഞ പോരെ, എന്തിനാ സാറേ എണ്ണ എടുക്കുന്നത്? ആ അതൊക്കെ പറയാം, ഒരു മിനിറ്റ്. ഉള്ളിലും കൂടി ഒന്ന് കയറി നോക്കൂ. ഓക്കെ ഓക്കെ. സാർ, ഇവിടെ ഒരു 60 ഉണ്ട്. ആ ഓക്കെ. പിന്നെ പൃഥ്വിരാജിന്റെ വലിയൊരു ഫോട്ടോ വേറെ ഉണ്ട്. ഇതെവിടെയും കാണാത്ത ടൂൾസ് ആണല്ലോ. ഇതൊക്കെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ടൂൾസ് ആണോ? ഇതൊക്കെ എന്ത് വില വരുന്നുണ്ട്? ഒരു ചുരുങ്ങിയത് 50,000 രൂപ വരും. ഇതിന്റെ ഏട്ടൻ ഗിഫ്റ്റായിട്ട് തന്നാണ്. ഓ സാറേ, ഇതിന്റെ ഒരു 50,000 കൂടി എഴുതിക്കോളൂ. ആ എന്താ സാറത്, എന്തിനാ ഇതൊക്കെ എഴുതുന്നത്? സോറി ഹരിദാസ്, ഞങ്ങൾ ശില്പം ഉണ്ടാക്കിയാൻ വന്നവരല്ല. ഇൻകം ടാക്സ് എന്നാണ്. നിങ്ങളെ പറ്റി ഒരു പരാതി കിട്ടിയിട്ടുണ്ടല്ലോ. പരാതിയോ? എന്ത് പരാതി സാറേ? നിങ്ങൾ ടാക്സ് വെട്ടിച്ച് സ്വത്ത് സമ്പാദിക്കുന്ന പരാതി. ആരാ സാറ് പരാതി ഒന്ന്? പരാതി തന്ന ആരാ? നിങ്ങൾ എന്തിനാ നോക്കണത്? ടാക്സ് വെട്ടിച്ചു തെളിഞ്ഞാലേ ജയിലിൽ പോണ്ടി വരും, അറിയോ? അയ്യോ സാറേ, അതിനുള്ള വരുമാനമൊന്നുമില്ല. ഇപ്പൊ തന്നെ ഇവിടെ 8.5 ലക്ഷത്തിന്റെ സ്റ്റോക്ക് ഉണ്ടല്ലോ. അത് ഞങ്ങൾ പറഞ്ഞ കണക്കല്ല, നിങ്ങൾ പറഞ്ഞ കണക്ക് പ്രകാരമാണ് അത് പറഞ്ഞത്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ പറഞ്ഞതാണ്. ഇവിടെ കൊത്തിയത് 15 വേസ്റ്റ് ആയിട്ട് പോയതാണ്. ഇതൊന്നും വിൽക്കാൻ വേണ്ടിയിട്ടല്ല, ഇത് എനിക്ക് എന്റെ ഒരു ഇഷ്ടം കൊണ്ട് കൊത്തിയതാണ്. ഇതൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളൂ സാറേ. ഇതിലപ്പുറം പലരും പലയിടവും ഞങ്ങളോട് പറയാറുണ്ട്. നിങ്ങളിത് എത്ര കണ്ടിരിക്കണു? മിസ്റ്റേക്ക് ഒന്നും പറ്റിയിട്ടില്ലല്ലോ. ലാലേട്ടൻ, മമ്മൂക്ക, വിജയ്, എല്ലാവരും സൂപ്പർ ആയിട്ടുണ്ടല്ലോ. എനിക്കിഷ്ടപ്പെട്ട വ്യക്തികളുടെ ഫോട്ടോ ഞാൻ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കണം സാറേ. പരാതിയിൽ പറഞ്ഞെങ്കിലും നിങ്ങൾക്ക് വലിയ ബാങ്ക് ബാലൻസ് ഉണ്ടെന്നാണ്. സ്വത്തുവീര് ആരും അറിയാതിരിക്കാൻ നിങ്ങൾ ദാരിദ്ര്യം അഭിനയിക്കണല്ലേ? ഞങ്ങളുടെ അടുത്തേ നിങ്ങൾ വെറുതെ അടവൊന്നും എടുക്കണ്ട. വരൂ, ഞങ്ങൾക്ക് വീടൊന്ന് പരിശോധിക്കണം. ഇവിടെ പണം സ്വർണ്ണൊക്കെ എത്ര ഉണ്ടെന്ന് അറിയണം. വരൂ. ഇവിടെ ഒന്നുമില്ല സാറേ, നിങ്ങൾ ഉള്ളിൽ പോയി തരഞ്ഞോളൂ. വരൂ വരൂ, നോക്കാതിരിക്കാൻ പറ്റില്ല. വരൂ വരൂ വരൂ. ആ അത് തറവാടാണല്ലേ. നിങ്ങൾ ടൗണിൽ വലിയ വീടൊക്കെ പണിയുണ്ടെന്ന് കേട്ടല്ലോ. അതൊക്കെ ആൾക്കാര് വെറുതെ പറഞ്ഞുണ്ടാക്കണം സാറേ. നിങ്ങൾക്ക് എത്ര സ്വർണ്ണുണ്ട്? ഒന്ന് പുറത്തേക്ക് എടുക്കുന്ന നോട്ടെ. സാറേ, ആകെയുള്ള സ്വർണ്ണം ഇതാണ്. ഇതിൽ എത്ര തൂക്കണ്ടെന്നൊന്നും എനിക്കറിയില്ല. ഇതാരും മകനാ? അതെ. കണ്ട സാർ, എവിടെ ഇങ്ങനെ ഒരു കാര്യം നടക്കുന്ന ഭാവം അവന്റെ മുഖത്തില്ല. അതിൽ നിന്ന് മനസ്സിലാക്കട്ടെ ഇവരുടെ മൊത്തം അഭിനയാണെന്ന്. ഇത്രയും വലിയൊരു പ്രശ്നം വീട്ടിൽ നടക്കുമ്പോ നീ മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരിക്കുക. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണം? തലയും കുത്തിക്കണോ? ഇത് പുള്ളാൻ പോയിണ്ടാവുമല്ലോ. മതി മതി, ഞങ്ങളെ ബോധിപ്പിക്കാൻ പുതിയ നാടകമൊന്നും കളിക്കണ്ട. നാളെ തന്നെ നിങ്ങളെല്ലാവരും ഒരു കൊല്ലത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, പാൻ കാർഡ്, ആധാർ എല്ലാ ഡോക്യുമെന്റുമായിട്ട് നാളെ ഓഫീസിൽ വരണം. പിന്നെ കോപ്പറേറ്റീവ് ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസും കൊണ്ടുവരണം. ആകെ ഒരു ലോണിന്റെ അക്കൗണ്ട് മാത്രമല്ല സാർ. ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാറ്. നിങ്ങൾ തെറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തിനാ പേടിക്കണം? പരാതി കിട്ടിയാൽ ഞങ്ങൾക്ക് അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ ഓഫീസിന്റെ അഡ്രസ്സ് ഒന്ന് കൊടുക്കും. എന്തെങ്കിലും സംശയം ഇതിൽ വിളിച്ചാൽ മതി കേട്ടാ. ഇയാളുടെ ദേഷ്യമുള്ള ആരെങ്കിലും ആയിരിക്കും പരാതി തന്നത്. ഇന്നത്തെ കാലത്ത് ആരും വിശ്വസിക്കാൻ പറ്റില്ല സാറ്. എന്തായാലും നാളെ ഡോക്യുമെന്റ് ഒക്കെ കൊണ്ടട്ടെ, നോക്കാലോ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനം.
അയ്യോ ഈ വഴിയൊക്കെ ഓർമ്മയുണ്ടോ? അയ്യോ ഒരിക്കലും മറക്കില്ല. അങ്ങനെ ജ്യേഷ്ഠൻ മാത്രല്ല, എന്റെ ഗുരു കൂടിയാണ്. ഞാൻ വെറുതെ പറഞ്ഞാടോ. എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? വാ ഇരിക്കേ. സുഖമായിരിക്കണോ? ഞാനിത് തരാൻ വേണ്ടി വന്നാണ്. എന്താ അത്? ഇത് തന്റെ പണിയായുധങ്ങളല്ലേ? ഇത് ഞാൻ നിനക്ക് തന്നതല്ലേ? അതെ. എന്താ ഇതുകൊണ്ട് നിനക്ക് പ്രയോജനമൊന്നും ഇല്ലേ? എനിക്ക് എല്ലാ നേട്ടവും ഉണ്ടായത് ഇതുകൊണ്ടാണ്. വലിയ വലിയ അവാർഡുകളും പേരും പ്രശസ്തിയും ഒക്കെ ഇതുകൊണ്ട് പണിയെടുത്തുണ്ടായത് തന്നെയാണ്. ധാരാളം പണമൊക്കെ ഉണ്ടായ സമയത്ത് പുതിയത് വാങ്ങിയിട്ടുണ്ടാവും അല്ലേ? ഇല്ല, ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല. തൽക്കാലം ഈ പണി നിർത്താൻ പോവാണ്. വേറെ ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ഇത് കൊടുത്തോളൂ. ഇതിനി വേറെ ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തനിക്ക് വേണ്ടെങ്കിൽ ഞാനത് ആ കുളത്തിൽ എറിഞ്ഞോളാം. എന്താടോ പറ്റിയത്? താൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. ഒരു വശത്ത് വലിയ വലിയ നേട്ടം ഉണ്ടാകുമ്പോൾ മറുവശത്ത് പല പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ഉയർച്ച ആർക്കൊക്കെ ഇഷ്ടപ്പെടാത്ത പോലെ. അതാണ് പ്രശ്നം. ഒരു ഗുണമില്ലാത്ത മരങ്ങൾക്കൊന്നും കല്ലേറ് കിട്ടാറില്ല. പേരും പ്രശസ്തി ഉണ്ടാവുന്ന സമയത്ത് അസൂയക്കാരുടെ എണ്ണം കൂടും. അത് പലതരത്തിലും പ്രതിഫലിക്കും. നമ്മുടെ കർമ്മത്തിനെ അത് ബാധിക്കും. അതിലൊക്കെ തളർന്നാൽ നീ വെറും ഒരു സാധാരണ മനുഷ്യനാവും. നീ ഒരു സാധാരണ മനുഷ്യനല്ല. നിന്റെ കല അത് നിനക്ക് മാത്രം സ്വന്തമാണ്. ജീവിതത്തിൽ പല പ്രതിസന്ധികളും ഉണ്ടാവും. അതിനെയെല്ലാം തരണം ചെയ്താലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇത് ഞാൻ നിനക്ക് തന്നത് തന്നെ ഈ രൂപത്തിൽ കാണാനല്ല. തന്നെ ദ്രോഹിക്കുന്നവർക്ക് കാലം മറുപടി കൊടുത്തോളൂ. മഹാദേവന് പോലും കഷ്ടകാലം ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു യാത്ര പോകാനുള്ള ഒരുക്കത്തിലാണ്. നീ വരുന്നോ എൻ്റെ കൂടെ? ഒരു കൂട്ടിന്. ഒരു ദേശാടനം കഴിയുമ്പോ മനസ്സൊക്കെ മാറും. ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല. പിന്നെ ഇൻകം ടാക്സ് ഓഫീസിൽ നിന്ന് പോകണം. വേറെ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ലല്ലോ. ഇതിനൊക്കെ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഡ്രസ്സൊക്കെ ഇവിടെ വേണ്ടത്രയുണ്ട്. ആദ്യം കുളത്തിൽ പോയിട്ട് നന്നായിട്ടൊന്ന് മുങ്ങി കുളിച്ചിട്ട് വരൂ. മനസ്സും ശരീരമൊക്കെ ഒന്ന് തണുക്കട്ടെ. ഞാൻ ആ തോർത്തും വസ്ത്രങ്ങളൊക്കെ എടുത്തിട്ട് വരാം. ആയിക്കോട്ടെ. ചേച്ചി എന്തപ്പ മിറ്റ അടിക്കണുള്ളൂ? രാവിലെ അടിച്ചതാണേ. ഇന്നലെ ഇലയൊക്കെ വീണ് മുറ്റം മുഴുവൻ നിറഞ്ഞു. ഇവിടെ ഷീറ്റൊക്കെ ഉള്ളതുകൊണ്ട് ഇത്രയല്ലേ ചേച്ചി ഉള്ളൂ. എന്റെ വീട്ടില് കൊറേ ഉണ്ട്. അടിച്ചടിച്ച് മടുത്തു ചേച്ചി. വാ അകത്തേക്ക് കയറിയിരിക്കേ. വേണ്ട ചേച്ചി, ഇവിടെ തന്നെ ഇരിക്കാ, സമയമില്ല. എന്താ പൾസ് സൊസൈറ്റിയിൽ തിരക്കുണ്ടായിരുന്നോ? അവിടെ തിരക്കൊന്നുമില്ല. ഓരോ കാര്യങ്ങളെ കുറിച്ച് ചർച്ചയായിരുന്നു. അത് കുറച്ചു നേരം കേട്ടു നിന്നതാ. നമ്മുടെ രാജീന്റെ വീട്ടിലത്തെ കാര്യമായിരുന്നു ചർച്ച. അവളുടെ ഭർത്താവ് വലിയ ശില്പിയാനുള്ള അഹങ്കാരല്ല അവൾക്ക്. ഇപ്പൊ അതിനുള്ളത് കിട്ടി. ഇൻകം ടാക്സ് അന്വേഷണത്തിന് വന്നതല്ലേ? അത് മാത്രല്ല, അയാളിനെ കാണാനില്ല ശില്പിനിയെ. ജയിലിട്ടെന്നാ ഞാൻ കേട്ടത്. ജയിലിലോ? അയാൾ ഒരു യാത്ര പോയി എന്നല്ലോ ഞാൻ കേട്ടത്. അല്ലല്ല, നാണക്കേട് കൊണ്ട് ആരോടും പറയാത്തതാണേ. യാത്ര പോണെങ്കിൽ ഫോണും കൊണ്ടുപോയില്ലേ? ഫോണും ഡ്രസ്സും ബാഗും ഒന്നും കൊണ്ടുപോയിട്ടില്ല. ആ കാര്യമൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. ഒരുപാട് സ്വർണവും സാധനവും ഒക്കെ പിടിച്ചെടുത്തതാ കേട്ടത്. അവരിനെ കണ്ട് അങ്ങനെ പറയോ? അതൊക്കെ ആൾക്കാർ വെറുതെ പറയണേ. കഴിഞ്ഞ ദിവസം കൂടി 500 രൂപ അവൾ എന്റെ അടുത്ത് വന്ന് കടം വാങ്ങിച്ചു പോയിട്ടുള്ളൂ. അയ്യോ, അത് ആൾക്കാരെ ബോധിപ്പിക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടേ ചേച്ചി. നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ ചെക്കിങ്ങിന് വരുന്നുണ്ടോ? എന്തൊരു അഹങ്കാരായിരുന്നു അവൾക്ക്. അത് മാത്രല്ല, എല്ലാരും കുറ്റം പറഞ്ഞ് നടക്കലെന്നെ അവളുടെ പണി. ശരി ചേച്ചി, പോട്ടെ. വീട്ടിൽ പോയിട്ട് ഒരുപാട് പണികളുണ്ട്. ശരി എന്നാ. ആരുടെയും കുറ്റം പറയാത്ത ഒരാള്. നമ്മുടെ ശില്പി ഹരിഹരനെ കുറിച്ച് വല്ല വിവരം കിട്ടിയോ? ഇല്ലടാ മോനെ. ഈ വാട്സാപ്പിലും ന്യൂസിലും അജ്ഞാത മൃതദേഹങ്ങളുടെ ഫോട്ടോ അങ്ങനെ കാണുമ്പോ എനിക്ക് ആകെ ഒരു വിറച്ചലും തരിക്കലും ഒരു എരിച്ചല. എന്തിന്? നമ്മുടെ ശില്പി ഒരു യാത്രക്ക് പോയി എന്നൊക്കെയാണ് കേൾക്കണത്. ഇട്ട ഡ്രസ്സായിട്ട് ആരെങ്കിലും ദൂരയാത്രയ്ക്ക് പോവോ? ഒരു ബാഗോ മാറ്റാനുള്ള തുണികളോ ഒന്നും കൊണ്ടുപോയില്ല അത്രേ. എന്താ നീ ഉദ്ദേശിക്കണത്?
മനുഷ്യന്മാരുടെ കാര്യല്ലേ, ഒന്നും പറയാൻ പറ്റില്ലാന്ന്. വല്ല കടുകൈ ചെയ്തിട്ട് പോന്നപ്പോ എനിക്ക് പേടിയായി. വർത്താനം പറയണ്ട. അതിന് ഞാനെന്താ പറഞ്ഞത്? ഇത് നല്ല കാര്യായി. ഒരു മനുഷ്യൻ സ്വന്തം കഴിവുകൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കുമ്പോ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. എന്നിട്ട് നാട് മുഴുവൻ കുറ്റം പറഞ്ഞോണ്ട് നടക്കാൻ പണി. ഞാൻ അങ്ങനെ ആരും കുറ്റമൊന്നും പറഞ്ഞു നടക്കാറില്ല. ഉള്ള കുറ്റമൊക്കെ എനിക്ക് അയ്യപ്പോ. എന്റെ അപ്പോ ഓരോരുത്തരുടെ സ്വഭാവം എന്താന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാം. ഇവരൊക്കെ വല്ല പണിക്കും പോയിക്കൂടെ? ഇതൊക്കെ തന്നെയല്ലേ അയാളുടെ പണി? അത് പോണ പോക്ക് നോക്ക്. എന്താ എങ്ങനെയുണ്ട് ആൾക്കാര്? രാവിലെ തന്നെ അണിഞ്ഞരിഞ്ഞ് ഇറങ്ങും ഓരോ മാരണങ്ങള്. ഇനി ആരെ പറ്റിക്കാനാണ് ഈ പോക്ക്? എന്താടാ ഉണ്ണി, 2 ദിവസമായല്ലോ ക്ലാസ്സിലേക്ക് വന്നിട്ട്? എക്സാം എടുക്കാറായി എന്നറിയില്ലേ? തന്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അച്ഛൻ ഇതുവരെ വന്നില്ലേ? ഇല്ല. താൻ എപ്പോഴും വീട്ടിലെ അച്ഛനമ്മയുടെ അടുത്ത് തട്ടിക്കയറലും ബഹളം വെക്കലൊക്കെയാണെന്ന് കേട്ടല്ലോ. അമ്മ ടീച്ചറോട് അങ്ങനെ പറഞ്ഞോ? അമ്മ പറഞ്ഞതല്ല, നിങ്ങളുടെ അയൽപക്കത്ത് ഒരു ചേച്ചി പറഞ്ഞതോ. എന്തായാലും പറഞ്ഞത് വാസ്തവല്ലേ? അച്ഛന്റെ പേര് പറഞ്ഞ് എല്ലാവരും എന്നെ പരിഹസിക്കാറുണ്ട് ടീച്ചറെ. അതുകൊണ്ടുണ്ടാവുന്ന സങ്കടം എനിക്ക് എന്റെ വീട്ടിലല്ലേ പ്രകടിപ്പിക്കാൻ പറ്റൂ. അല്ലാതെ എനിക്ക് ആരോടും ദേഷ്യമില്ല ടീച്ചറെ. എന്ത് നല്ല കാര്യം ചെയ്താലും അതിനെ ട്രോളും പരിഹസിക്കലും ഒക്കെയാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. അപ്പൊ അതിനെ ആ അർത്ഥത്തിലെടുത്താ മതി. പണ്ടത്തെ പോലെയല്ല. ഇന്നിപ്പോ വീട്ടിലായാലും വിദ്യാലയത്തിലായാലും കുട്ടികൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം ഉണ്ട്. അത് നല്ല രീതിയിലും ഉപയോഗിക്കാം, മോശം രീതിയിലും ഉപയോഗിക്കാം. മറ്റുള്ളവർക്ക് നമ്മൾ സന്തോഷം നൽകുമ്പോൾ ആ സന്തോഷം നമ്മൾക്കും തിരിച്ചു കിട്ടും. അത് വീട്ടിലായാലും നാട്ടിലായാലും. നാളെ ക്ലാസ്സിൽ വരണം കേട്ടോ. നീ ഒരു അപൂർവ കലാകാരന്റെ മകനാണ്. ആ നേട്ടം പണം കൊടുത്താൽ കിട്ടുന്നതല്ല. എന്തായി ആട്ടോക്കാർ ആട്ടോ നിർത്തിയിട്ട് കല്ലും കളിച്ചോണ്ടിരിക്കണില്ലേ? വെയിലിന്റെ ചൂട് കാരണേ ടൗണിൽ നിക്കാൻ പറ്റുന്നില്ല. ഇനി ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിലേ മൊബൈലിൽ വിളിച്ചോട്ടെ. പേരിനൊരു പണിയെന്ന് തന്നെ ഉള്ളൂ, നമ്മളെ മാതിരി ഒന്നല്ല. കാരണന്മാരുണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. നോട്ടിന്റെ കെട്ട് ഇടയ്ക്കിടയ്ക്ക് പൊടി തട്ടി വെക്കി, അല്ലെങ്കിൽ പൂപ്പര് പിടിച്ചു പോകും. അത് ഇന്നലെയും കൂടി എടുത്ത് പൊടി തട്ടി അടുക്കി വെച്ചിട്ടുള്ളൂ. എവിടെയാണ് അവ? വല്ല നിലവറയിലായിരിക്കോ? ആ പണം വെച്ച സ്ഥലം പറഞ്ഞു കൊടുക്കണ്ട, ഇൻകം ടാക്സ് കയറി വരും. അതെന്തോ ഒരു കോള് വെച്ച് പറഞ്ഞ മാതിരി ഉണ്ടല്ലോ. അല്ല, നമ്മുടെ ശില്പിയുടെ വീട്ടിലേ ഇൻകം ടാക്സ് കയറി വന്നത് നിങ്ങള് കാരണം ഒരു വർത്താനമുണ്ട്. അത് ഏത് തെണ്ടികളാണ് പറഞ്ഞത്? ഇൻകം ടാക്സ് ഓഫീസ് എവിടെയാണെന്ന് എനിക്ക് അറിയും കൂടിയില്ല. നിങ്ങളുടെ അളിയ ഇൻകം ടാക്സിലല്ലേ? അളിയ ഇൻകം ടാക്സിലാണ് പറഞ്ഞത്. ഞാൻ എന്ത് വേണം? അത് നിക്കും പോണ്ടാന്നു. പണമുള്ളവന്റെ വീട്ടിലൊക്കെ ഇൻകം ടാക്സ് കയറി വരും. അതിനൊക്കെ കാരണക്കാരൻ ഞാനാണ്. ഇരിക്കണേ ഒരു റൗണ്ട് കളിച്ചിട്ട് പോവാ. കളിക്കുന്ന പ്രായമൊക്കെ കഴിഞ്ഞു. നിങ്ങൾ കളിച്ചിട്ട് ഇരുന്നോളി അവിടെ. ഞാൻ വെറുതെ ഒന്ന് നമ്പർ ഇട്ട് നോക്കിയതാണേ. നമ്പർ എന്തായാലും ഏറ്റെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെയുടെ കിടപ്പ് ഇപ്പൊ മനസ്സിലായില്ലേ? ഇപ്പൊ നാട്ടില് എവിടെ നോക്കിയാലും നമ്മുടെ ശില്പിയെ കുറിച്ച് മാത്രമാണ് ചർച്ച. അയാളെ പോലെ വ്യത്യസ്ത കഴിവുള്ള ഒരാള് വേറെ ആരാ നമ്മുടെ നാട്ടിലുള്ളത്? അങ്ങനെയുള്ളൊരു കലാകാരൻ നമ്മുടെ സമൂഹത്തിന്റെ സ്വത്താണ്. ആ സ്വത്ത് സംരക്ഷിക്കാൻ സമൂഹത്തിനും ബാധ്യതയുണ്ട്. അതിനിപ്പോ അയാൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ലല്ലോ. എന്നാലും അയാൾക്ക് നാട് വിട്ടുപോകേണ്ട എന്ത് പ്രശ്നം ഇപ്പൊ ഇവിടെ ഉണ്ടായത്? നമ്മളെ കണ്ട് ചെറുതെന്ന് തോന്നുന്ന പല പ്രശ്നങ്ങളും മറ്റുള്ളവർക്ക് താങ്ങാൻ പറ്റാത്തതായിരിക്കും. എന്തായാലും നല്ലൊരു കഴിവുള്ളൊരു മനുഷ്യനായിരുന്നു അയാൾ. എല്ലാ മനുഷ്യർക്കും ജന്മനാൽ എന്തെങ്കിലും പ്രത്യേക കഴിവുണ്ടാവും. അത് വളർത്തിക്കൊണ്ടുവരാൻ ചിലർ നന്നായിട്ട് അധ്വാനിക്കും. അവർ ഉയരങ്ങളിലെത്തും. അധ്വാനിക്കാൻ മടിയുള്ളവൻ ഉയരുന്നവനെ ചവിട്ടിത്താഴ്ത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അയാളൊരു പാവമായതുകൊണ്ട് പലരും മുതലെടുക്കുന്നുണ്ട്. നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാൾ അത് നിലനിർത്താനാണ് കൂടുതൽ മെനക്കരുത്ത് വേണ്ടത്. അത് ശരിയാ. അച്ഛനവിടെ ഉണ്ടോ? ഞാൻ ഉണ്ണിയാണേ, ശില്പി ഹരിദാസിന്റെ മകനെ. ഞങ്ങള് യാത്രയൊക്കെ കഴിഞ്ഞു വന്നിട്ട് 3-4 ദിവസമായാലോ. അച്ഛൻ അവിടെ എത്തിയില്ലേ? ഇല്ലല്ലോ. ഒന്ന് വിളിച്ചു നോക്കാൻ അവന്റെ ഒരു ഫോണും ഇല്ലല്ലോ അല്ലേ? എൻ്റെ വിഷമങ്ങൾ മറക്കാൻ ആരോടും പറയാതെ ഞാൻ യാത്ര പോയപ്പോൾ എൻ്റെ കുടുംബത്തിൻ്റെ വിഷമത്തെപ്പറ്റി ഞാൻ ചിന്തിച്ചതേ ഇല്ലല്ലോ.
ശാന്തമായ ഇടങ്ങൾ എവിടെ പോയിട്ടും എന്റെ മനസ്സെന്താണ് ശാന്തമാവാത്തത്? ഞാൻ ഇനി എങ്ങനെ അങ്ങോട്ട് കയറില്ല? എങ്ങനെ അവര് മുഖത്ത് നോക്കും? ഇങ്ങനെ ജീവിക്കുന്നതിൽ എന്തർത്ഥാണുള്ളത്? ഉണ്ണി എടുത്ത് കഴിച്ചോട്ടോ. അമ്മ കഴിച്ചോ? എനിക്കിപ്പോ വേണ്ട, ഞാൻ പിന്നെ കഴിച്ചോളാം. എന്നാ എനിക്കും വേണ്ട. നീ കഴിച്ചോ ഉണ്ണി? അച്ഛൻ വിളിച്ച അമ്മേ? വിളിച്ചിട്ടൊന്നുമില്ല, കുറച്ച് പൈസ അയച്ചിട്ടുണ്ട്. ഇനി ഞാൻ കാരണമാണോ അച്ഛൻ ഇങ്ങോട്ട് വരാത്തത്? അതൊന്നും ആയിരിക്കില്ല ഉണ്ണി. ഉണ്ണി നീ എവിടെയാ? ഞാൻ വീട്ടിലുണ്ട്. എന്റെ ഒരു കൂട്ടുകാരൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവൻ കണ്ടു എന്നാ പറഞ്ഞത്. എവിടെ? കുറച്ച് ദൂരെയാണ്. ഞാൻ എന്തായാലും അവന്റെ നമ്പർ തരാം, നീ ഒന്ന് വേഗം അവിടെ പോയി നോക്കിട്ടോ. ഞാൻ പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ അവനറിയാം. വിളിച്ചിട്ട് അനക്കൊന്നും ഇല്ലാത്രേ, തളർന്നു കിടക്കാന്നാ പറഞ്ഞത്. എനിക്കിപ്പോ ഇന്ന് വരാൻ ഒരു നിവൃത്തി ഇല്ലാട്ടോ, അല്ലെങ്കിൽ ഞാനും വരുമായിരുന്നു. നീ ഒന്ന് വേഗം പോയി നോക്ക്. മക്കളെ മര്യാദക്ക് വളർത്തണം. മറ്റുള്ളവരുടെ മുതൽ നശിപ്പിക്കാൻ വേണ്ടിട്ടേ കയറൂരിവിടെയല്ല വേണ്ടത്. എന്താണ്ടായത്? എന്റെ വീട്ടുവരെ വെച്ച മാർബിളിലേ ഇവൻ ആണി വെച്ച് കുത്തി പറിച്ച് കേടാക്കി. ഇത് നോക്ക്, ഇത് ഇനി ഒന്നിനും പറ്റില്ല. ഇവൻ അങ്ങനെ ഇതുവരെ ആരുടെ മുതൽ നശിപ്പിച്ചിട്ടില്ല. ഇതെന്താ പറ്റിയെന്ന് അറിയില്ല, ഞാൻ അവനോട് ചോദിക്കട്ടെ. അതിന്റെ വില ഞാൻ തന്നോളാം. വിലയൊന്നും വേണ്ട, പോണ്ടത് പോയി. ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇനി മറ്റുള്ളവരുടെ മുതൽ നശിപ്പിക്കാണ്ട് നോക്ക്. ഇവനൊക്കെ നല്ല ചുട്ട പെട കൊടുക്കാൻ വേണ്ടേ, കേട്ടടാ? അതെ, എന്റെ മകൻ കാരണം നിങ്ങളുടെ മുതൽ നഷ്ടപ്പെടണ്ട. ഇതിന്റെ വില എത്ര പറഞ്ഞാൽ മതി, ഞാൻ അവിടെ എത്തിക്കാം. മക്കളുടെ തോന്നിയാസങ്ങൾക്കായി വീട്ടുകാർ കൂട്ടുവെക്കരുത്. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ല, എന്തെങ്കിലും കുത്തിവരയ്ക്കാനുണ്ടെങ്കിൽ വല്ല പഴയ പേപ്പർ എടുത്ത് കുത്തിവരയ്ക്ക്. വീട്ടിലെ ചുമരിലും മതിലിലും മാത്രമായിരുന്നു നിന്റെ ഇതുവരെയുള്ള കുത്തിവര. ഇപ്പൊ നീ മറ്റുള്ളവരുടെ മുതൽ നശിപ്പിക്കാൻ തുടങ്ങിയില്ലേ? ഇത്രയും കാലം ഇതുവരെ ആരും ഒരു പരാതി കൊണ്ട് വന്നിട്ടില്ല. ഇതോടെ നിർത്തി തരാട്ടോ. നല്ല അടി കിട്ടിയാലേ നീയൊക്കെ പഠിക്കുള്ളൂ. അമ്മേ, അത് റോട്ടിലാണ് കിടന്നിരുന്നത്. അത് ഉപയോഗമുള്ളതാന്ന് എനിക്ക് അറിയില്ല അമ്മേ. ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല അമ്മേ. ഞാനൊരു വര നിർത്തി. എന്നെ തല്ലല്ല അമ്മേ. നീ എന്താ കേടുവെത്തിയെന്ന് ഞാനും നോക്കട്ടെ. ഇതാണോ നീ കുത്തിവരഞ്ഞെന്ന് പറഞ്ഞത്? നീ നന്നായി വരച്ചിട്ടുണ്ടല്ലോ. ഇത് മുഴുവൻ നീ വരച്ചതാണോ മോനെ? നന്നായിട്ടുണ്ട് കേട്ടോ. ഇതോടെ വര നിർത്തുവാണോ നീ? എന്നാ നീ വര നിർത്തുന്നില്ല. നിന്റെ യഥാർത്ഥ വര ഇവിടെ തുടങ്ങണം. നിന്റെ കുത്തിവരയുടെ വില എന്താന്ന് നീ ലോകത്തിന് കാണിച്ചു കൊടുക്കണം. ഇനി മോൻ ആരുടെ മുതലും നശിപ്പിക്കാൻ പോണ്ട കേട്ടോ. നിനക്ക് വരയ്ക്കാൻ വേണ്ട എന്താച്ചാ പറഞ്ഞാ മതി, അമ്മ മേടിച്ചു തരാം കേട്ടോ. മോൻ ഒരു പേടിയും പേടിക്കണ്ട, മോൻ്റെ കൂടെ എപ്പോഴും അമ്മയുണ്ടാവും. അമ്മേ, 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 അമ്മേ,
അമ്മേ. അച്ഛനെന്താ വീട്ടിക്ക് വരാത്തെ? അച്ഛൻ എന്നോട് ദേഷ്യമുണ്ടോ? ഇല്ല ഉണ്ണി. നാട്ടുകാരെന്ത് വേണേലും പറഞ്ഞോട്ടെ, അച്ഛനെ എനിക്കറിയാം. ഞാനുണ്ടാവും അച്ഛൻ്റെ കൂടെ എന്നും. മോന്റെ കൂടെ എപ്പോഴും അമ്മയുണ്ടാവും. അമ്മയ്ക്ക് സുഖല്ലേ? സുഖായിരിക്കും അച്ഛാ. അമ്മയ്ക്ക് പച്ച വരാത്ത സങ്കടം